കൂട്ടുകാർക്ക് യൂണൈറ്റഡ് ടൂവേഴ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒന്നുമല്ല, നമ്മളൊരു ചെറിയൊരു രീതിയിലൊരു കുക്കിംഗ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. രാത്രിയാണ്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് എന്ന് പറയുന്നത് കാസർഗോഡൻ സ്പെഷ്യൽ ചിക്കൻ വറവ് കറിയും അതിൻ്റെ കൂടെ തന്നെ കാസർഗോഡൻ സ്പെഷ്യൽ നെയ്പത്തിരിയുമാണ്. ആരും തന്നെ ഇതുവരെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല ഈ ഒരു വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുക്ക് ചെയ്യുന്നത് ഞാനൊന്നുമല്ല, എൻ്റെ അളിയനാണ്. അപ്പോൾ അളിയൻ്റെ പേര് എന്ന് പറയുന്നത് യൂസഫാണ്. അളിയൻ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്വാറൻറ്റൈൻ ഭാഗമൊക്കെ ആയി എല്ലാവരും വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ രാത്രി പാകം ചെയ്യുന്നതെന്നുള്ളൂ. അപ്പോൾ രാത്രിയാണ്. അപ്പോൾ അളിയ ഇന്നത്തെ സ്പെഷ്യൽ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിക്കൻ വറവും നമ്മുടെ നാടൻ നെയ്പത്തിരിയും, കാസർഗോഡൻ നെയ്പത്തിരി. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന്. ഇത് ആദ്യം ഉള്ളി, ഒരു 2 ഉള്ളി, പിന്നെ ഒരു 5 പച്ചമുളക്, ഒരു അരക്കഷ്ണം തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, ഓക്കെ, പിന്നെ പട്ട, ഇതെന്താ പറയുന്നത്, കറിവേപ്പില അല്ല, ഗ്രാമ്പു, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ചിക്കൻ മസാല, മല്ലിപ്പൊടി, പെപ്പർ, മുളകിൻ്റെ പൊടി, പിന്നെ തേങ്ങ ചെറിയ. ഇതാണ് നമുക്ക് ഇതിനാവശ്യമുള്ള സാധനം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുപ്പൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ പുറത്താണ്. അപ്പോൾ ഇവിടെ തന്നെ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അളിയനത് കത്തിക്കാനുള്ള പാകത്തിലാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ അടുപ്പ് കത്തിക്കാം. അടുപ്പത്തേക്ക്. അപ്പോൾ അടുപ്പൊക്കെ കത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ചട്ടി വെക്കാം. അപ്പോൾ ചട്ടീൻ്റെ പരിപാടി തുടങ്ങാം. ചട്ടി വെക്കാൻ പോവുകയാണ്. ചൂടാക്കാം. ഓക്കെ, കായ് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. നമ്മുടെ ചിക്കൻ വറവ് ഉണ്ടാക്കുന്നതിൽ നമ്മൾ ചിക്കനും പരിചയപ്പെടുത്താൻ വിട്ടുപോയി. അപ്പോൾ ചിക്കനൊക്കെ മുഴുവൻ ക്ലീനാക്കി തൊട്ടപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് മറന്നത്. അപ്പോൾ ക്ഷമിക്കണം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ. ഇത്രയും ചിക്കനാണ് ഇപ്പോൾ എടുക്കുന്നത് നമ്മുടെ ചിക്കൻ വറവിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വെളിച്ചെണ്ണയാണ് നമ്മളിപ്പോൾ ആദ്യം ഒഴിക്കാൻ പോകുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. നല്ല പുകയുണ്ട് ഗൈസ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഉള്ളി ഇടാം. ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റാം. ഇതൊന്ന് ഇതാട്ടെ. നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഫുള്ളിടേണ്ട ആവശ്യമില്ല, അത് ആവശ്യത്തിന് മാത്രം. പിന്നെ പട്ടയും കറാമ്പും, കറുവപ്പട്ടയും കറാമ്പും അതിട്ട് വീണ്ടും വഴറ്റാം. അതിൽ ഒരു അരക്കഷ്ണം തക്കാളി, പിന്നെ കറിവേപ്പില, ഇതിട്ടിട്ട് വീണ്ടും വഴറ്റാം. ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എത്ര കിലോ ചിക്കനാണ്? 1/2 കിലോ. ഇത് 1/2 കിലോ അല്ല, ഒരു കോഴി. എന്നിട്ടൊന്ന്
ഇങ്ങനെ മസാല ഫുള്ളായിട്ട് അതിൽ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. അവിടെ എന്തെടുക്കണ്ട മുളക് പൊടി? ഇതെന്താ ടേബിൾ സ്പൂണ്? ഇത് 3 സ്പൂണ് കാശ്മീരി ചില്ലി. ഇത് മല്ലിപ്പൊടി 3 സ്പൂണ് മല്ലിപ്പൊടി. ചിക്കൻ മസാല എത്ര സ്പൂൺ? അത് 2.5 സ്പൂൺ. 2.5 സ്പൂൺ ചിക്കൻ മസാല. ഇത് കുരുമുളക് നമുക്ക് ആവശ്യത്തിന് നമ്മൾ എരിവിന് കണക്കായിട്ട്. ഓക്കെ, ഒരാളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കിയിട്ടിടാം. ഉപ്പാണ് വെള്ളം വേണ്ട. ഇത് ഒന്ന് നമുക്കിങ്ങനെ വഴറ്റാല്ല മസാല ഇങ്ങനെ. എനിക്കിതിനെ പറ്റി യാതൊരു ഇതെന്ത് ചെയ്യുന്നതെന്ന് പോലും അറിയുന്നില്ല. ഇതുണ്ടാക്കാത്തുന്ന എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് കേസ്. ചട്ടി മറിയുന്നുണ്ടോ? ചട്ടി പിടിക്കാൻ ഒരു തുണി വേണ്ടേ? തുണിയാ? ഗായ്സ്, ഒരു പൊടിയുടെ കാര്യം നേരത്തെ പറയാൻ വിട്ടു. ഗരം മസാല എത്ര ടീസ്പൂൺ കളിയാ? 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇടണം അതിൻ്റെ കൂടെ. ഇനി അടച്ച് വെച്ച് ഓക്കെ അല്ലേ? ഇനി അടച്ച് വെച്ച് ഗൈസ്, ഞാനാണ് ഇളക്കുന്നത്. ഇളക്കാൻ പോലും നേരാണ്. അളിയനെ ഇളക്കിക്കോ. മര്യാദക്ക് ഡ്യൂട്ടിക്ക് പോയാൽ മതി. ഇല്ല, കുറച്ചും കൂടി ചിക്കൻ വേവാണ്ട് ഒരു 2 മിനിറ്റ്. ഏകദേശം നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ വെന്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കളിയാൻ നമ്മൾ ടേസ്റ്റ് നോക്കുന്നുണ്ട്. ഞാൻ നോക്ക് അങ്ങനെ വായിട്ടോ. പമ്പ അടിപൊളിയായിരുന്നു. ചൂടൊന്നും ഉണ്ടാകുന്നില്ല. വന്നിട്ടാ കുറച്ചും കൂടി വേണം. ഒരു 1/2 കഷ്ണം ചെറുനാരങ്ങ വീണെടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നല്ല പുളിയുണ്ട് ചെറുനാരങ്ങക്ക്. നല്ല മണം വരുന്നുണ്ട് ഗൈസ്. കാണാനൊരു ലുക്ക് ഉണ്ട്. അപ്പം ഒന്നും പറയാനില്ല, പോലീസാണ്. വന്നിട്ടുണ്ട്.
ഗായ്സ് അടുത്തതായി മെയിൻ ഹൈലൈറ്റ് നമ്മുടെ തേങ്ങ ചെറുകിയതാണ് ഇടാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് അങ്ങനെ മൂടി വെക്കാം. ഇളക്കണ്ടേ? അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കാമെന്നാണ് അളിയൻ പറയുന്നത്. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുട്ടപ്പനായി. നമ്മളെ ചിക്കൻ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം. ഗൈസ് നമ്മുടെ അടുത്ത ചിക്കൻ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സെഷൻ നമ്മുടെ നെയ്പത്തലാണ്, കാസർഗോഡ് നെയ്പത്ത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അളിയാൻ പറയുന്നത്. അളിയാ പറഞ്ഞോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് തന്നെ നമ്മുടെ പത്തിരിപ്പൊടി, ഒരു പാക്കറ്റ് പത്തിരിപ്പൊടി, അതിൻ്റെ കൂടെ പച്ചരി, പിന്നെ സവോള, ജീരകം, പിന്നെ തേങ്ങ ഒക്കെ കൂടി ഒന്നിട്ട് അരക്കുക. അതാണ് പത്തിരിപ്പൊടി മിക്സ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, എന്നിട്ട് ഇതെനിക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിനൊരു നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഒരു 5-6 ഒരു ഉണ്ടാക്കി പരത്താം. അടുത്ത ചട്ടി നെയ്പത്തിൽ ചൂടാൻ വേണ്ടിയിട്ട് അടുത്ത ചട്ടി വെച്ചിട്ടുണ്ട്. അടുപ്പിൽ എണ്ണ വെച്ചു. എണ്ണ നല്ല രീതിയിൽ ചൂടാവണം. അപ്പോൾ ഗൈസ് പ്രസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പ്രസ് മാത്രമേ കൊടുക്കാനുള്ളൂ. ചെറിയൊരു റൗണ്ടാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതെടുത്ത് നമുക്കടുത്ത് എണ്ണയിലേക്ക് കമഴ്ത്താം. എണ്ണ ചൂടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെയ്പത്തലും കാസർഗോഡ് നെയ്പത്തലും റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ടേസ്റ്റുള്ള ചിക്കൻ വറവ് റെഡി. നമുക്കൊന്ന് ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്തത് തിന്നൽ പരിപാടിയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ വന്നിട്ടുള്ള ബായിച്ചാണ്, എൻ്റെ ഉമ്മാൻ്റെ ഉപ്പയാണ്. മൂപ്പനും റെയിൽവേയിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. ഇത് അളിയൻ റെയിൽവേയിൽ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ബായിച്ചൊക്കെ ടേസ്റ്റ് നോക്കാൻ കൊടുക്കുന്നത്. ബായിച്ചി പറഞ്ഞോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ സാധാരണ കഴിക്കുന്നതിനേക്കാളും നന്നായിട്ടുണ്ട്. ഇവരെ എഫേർട്ട് വളരെ നല്ലത് തന്നെ. കഴിച്ചോ ബായിച്ചി? അതുകൊണ്ട് മുഴുവൻ തിന്നണം തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ സമയം അനുവദിക്കാത്തത് കൊണ്ട് കുറച്ചിരിക്കുകയാണ്. ഇറച്ചെടുത്തോ? എങ്ങനെയുണ്ട്? ഉപ്പ് ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടേ. ഇങ്ങനെ ആക്കും ഗൈസ്. അപ്പോൾ തിന്നുന്ന തിരക്കിലായി പോയി. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ വിഷ്ണി ചാൻ.